ഇന്നലത്തെ ഒരു മത്സരത്തിന്റെ ഇന്ന് പുലർച്ചെ നടന്ന നമ്മുടെ ഉദ്ഘാടന മത്സരത്തിലെ ഒരു വിശേഷത്തിലേക്കാണ് ഇനി. കളിയും കയ്യാങ്കളിയും ഒക്കെയായി സംഭവ ബഹലമായിരുന്നു മെക്സിക്കോ ദക്ഷിണാഫ്രിക്ക ഉദ്ഘാടന മത്സരം. കളിക്കാർ പരിധി വിട്ടപ്പോൾ റഫറിക്ക് റെഡ് കാർഡ് പുറത്തെടുക്കേണ്ടി വന്നത് 3 തവണയാണ്. കാർഡുകളുടെ എണ്ണത്തിൽ ഇതൊരു റെക്കോർഡാണ്. അപ്രതീക്ഷിത റെക്കോർഡാണ് ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ പിറന്നത്. പ്രതീക്ഷിച്ച ഗോൾ മഴ ഉണ്ടായില്ലെന്ന് മാത്രമല്ല, നിരനിരയായി 3 താരങ്ങൾ റെഡ് കാർഡ് കണ്ട് പുറത്തായി. ഓർത്തിരിക്കാൻ ഒന്നുമില്ലെന്നതോ പോട്ടെ, നാണക്കേടിന്റെ ചരിത്രവും പേറിയാണ് ദക്ഷിണാഫ്രിക്ക ആദ്യ പോര് കഴിഞ്ഞ് മെക്സിക്കോ സിറ്റി സ്റ്റേഡിയത്തിൽ നിന്ന് മടങ്ങിയത്. 49-ാം മിനിറ്റിൽ മധ്യനിര താരം സ്പെഫേലോ സിത്തോൾ ഗോൾ കീപ്പർ മാത്രം മുന്നിൽ നിൽക്കെ ഗോളിലേക്ക് നീങ്ങിയ ബ്രയാൻ ഗുട്ടറസിനെ ഫൗൾ ചെയ്തു. ബ്രസീലിയൻ റഫറി വിൽട്ടൺ സാംപോയോ ഉടനടി ചുവപ്പ് കാർഡ് പുറത്തെടുത്തു. എൺപത്തിനാലാം മിനിറ്റിൽ ടെമ്പ സ്വാനയുടെ ഊഴം. പകരക്കാരനായി ഇറങ്ങിയ സ്വാനെ ആകെ കളിച്ചത് 22 മിനിറ്റ്. മെക്സിക്കോ മിഡ്ഫീൽഡർ റോബർട്ടോ അൽവാർഡോയുടെ മുഖത്ത് ഇടിച്ചു വലിച്ചിട്ടതിന് സ്വാനയോടും റഫറി പറഞ്ഞു, കടക്കു പുറത്ത്. പണി ദക്ഷിണാഫ്രിക്കയ്ക്ക് മാത്രമായിരുന്നില്ല. മെക്സിക്കോയുടെ സേസർ മോണ്ടസും കളിയുടെ ഇഞ്ചുറി ടൈമിൽ റെഡ് കാർഡ് കണ്ട് പുറത്തായി. ലോകകപ്പ് ചരിത്രത്തിൽ ആദ്യമായാണ് ഉദ്ഘാടന മത്സരത്തിൽ 3 താരങ്ങൾക്ക് റെഡ് കാർഡ് ലഭിക്കുന്നത്. ലോകകപ്പിൽ തന്നെ ഉദ്ഘാടന മത്സരത്തിൽ 2 താരങ്ങൾക്കാണ് ഇതുവരെ റെഡ് കാർഡ് കിട്ടിയിട്ടുള്ളത്. 1974-ൽ വെസ്റ്റ് ജർമ്മനിക്കെതിരെ ചിലിയുടെ കാസിലിയും 94-ൽ ജർമ്മനിക്കെതിരെ ബൊളീവിയയുടെ എച്ചേവരിയും. എന്തായാലും റെഡ് കാർഡ് മഴ കണ്ടാണ് ലോകകപ്പിന്റെ തുടക്കം. കളത്തിന് പുറത്തും പല വിലക്കും പുറത്താക്കലുമൊക്കെ കണ്ടിരുന്നല്ലോ. ആകെ 28 റെഡ് കാർഡുകൾ പുറത്തെടുത്ത 2006 ലോകകപ്പിലെ റെക്കോർഡ് ഇത്തവണ തകരുമോ എന്ന് നോക്കാം. വേൾഡ് കപ്പ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.